ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് പോവാം. ഇന്ന് സമയം കുറച്ച് വൈകി എങ്കിലും വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. ഞാനും പ്രാർത്ഥിച്ചു തന്നെയാണ് ഇത് തുടങ്ങുന്നത്. പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടാൻ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എഴുതുക. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടാനും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. 4 ഓഫ് പെൻറ്റക്കിൾ ആണല്ലോ ജീവനിലേക്ക് ചേർത്ത് വെച്ചൊരു പ്രണയം. 7 വാണ്ട്. എന്നാൽ രണ്ടുപേരും ചില വെല്ലുവിളികളിലാണ്. അടുക്കാനാവാതെ 8 സൂട്ട്സ് ട്രാപ്പിലായ പോലെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ പങ്കാളിയോ നിങ്ങളോ മെരുക്കാനാവാത്തൊരു പറ്റം കാര്യങ്ങളുണ്ട്. ആൾക്കാരാവാം, സാഹചര്യങ്ങളാവാം. ഏസ് ഓഫ് പെൻറ്റക്കിൾ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇതിനൊക്കെ ഒരു മറുവശമുണ്ട്. ഭൂമിയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേർക്കും മിസ് ചെയ്യുന്നു എന്നാണ്, അല്ലെങ്കിൽ ഒരാളുടെ ലോകം തന്നെയാണ്. ഹെർമിറ്റാണ്. വേർപാടിൻ്റെ ഹൃദയവേദനയാണ്. 2 പെൻറ്റക്കിളാണ്. ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. ഏസ് ഓഫ് വാർഡാണ്. അധികം വൈകാതെ തന്നെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും. ഇനി സണ്ണാണ് വന്നിരിക്കുന്നത്. സണ്ണ് സ്വപ്ന സാക്ഷാത്കാരം, ഭാഗ്യം, വിജയം, സന്തോഷം. ഇത്ര നേരം കിട്ടിയ കാർഡിൽ സണ്ണ് വന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇനി നമുക്ക് 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. 2 കാർഡും കൂടി. മൂൺ വന്നു. എന്താണ് പ്രശ്നങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഭ്രാന്തമായ പ്രണയമാണ്. പേജ് പെൻറ്റക്കിൾ സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. ചാരിയറ്റ് ഇപ്പം യാത്രയിലാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം, അത്തം, രോഹിണി, തിരുവോണം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. നമ്പറുകൾ 7 വന്നിട്ടുണ്ട്. 2 തവണയാണ് 7 വന്നിരിക്കുന്നത്. 8 വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ട്. 21 വന്നിട്ടുണ്ട്. 1 വന്നിട്ടുണ്ട്. 4 വന്നിട്ടുണ്ട്. 18, 19 വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഖ്യകൾ. ഓം ഗൗരി ദേവിയെ വിദ്മഹേ കാമരാജായ ധീമഹി തന്നു ദേവി പ്രചോദയാത്. ഈ മന്ത്രത്തിൻ്റെ ഗുണങ്ങൾ ഇനി കൂടുതൽ പറയുന്നില്ല. ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം വന്നിരിക്കുന്ന 4 ഓഫ് പെൻറ്റക്കിൾ. അതിൻ്റെ മീതെ 2-3 കാർഡ് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കരമായ പ്രണയമാണ്. നെഞ്ചോട് ചേർത്ത് ശ്വാസം മുട്ടിക്കുന്ന പ്രണയമാണ്. 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെവിൾ എനർജി കൂടി കലർന്നതാണ്. പ്രണയം മാത്രമല്ല, എൻ്റെ തന്നെ ആക്കണം, വേറെ ആർക്കും കൊടുക്കില്ല, എനിക്കുള്ളതാണ്, എൻ്റെ മാത്രമാണ്. ഇങ്ങനെ സ്വാർത്ഥമായ പ്രണയത്തിനെയാണ് 4 ഓഫ് പെൻറ്റക്കിൾ കാണിക്കുന്നത്. ജീവനിലേക്ക് ചേർത്ത് വെച്ച പ്രണയം. നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, അങ്ങനെ തീരുമാനിക്കുന്ന ഒരു പ്രണയം. അപ്പോൾ നമുക്ക് യോഗമില്ല, ഞാനങ്ങ് മാറിപ്പോട്ടെ എന്ന് വിചാരിക്കുന്ന തരം പ്രണയമല്ല. അവർക്ക് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു സ്നേഹമാണ്. 7 വാണ്ട് ഇടങ്ങേറായിട്ട് നിൽക്കുന്നുണ്ട്. വെല്ലുവിളികൾ ധാരാളമുണ്ട്. പല കാര്യങ്ങളിലും വെല്ലുവിളിയാണ്. സ്വന്തക്കാർ പോലും ശത്രുക്കളായി മാറുന്നൊരു അവസ്ഥയാണ് 7 വാണ്ട് കാണിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ, സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങളുമാവാം, അവരുമാവാം. ഇനി 8 സോട്ട്സ് ട്രാപ്പിലായി കിടക്കുകയാണ്. അപ്പം ഈ അമിതമായ സ്നേഹമുള്ള ആൾ നിങ്ങളാവാം, അവരാവാം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും അവർ തന്നെ ആയിരിക്കാം. എന്നാൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത്. ഇപ്പം തൽക്കാലമൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. വെല്ലുവിളികൾ പല രൂപത്തിലാവാം. ഇന്ന് കാണാമെന്ന് പറയുകയാണ്, നിങ്ങളോട് വിളിച്ച് പറയുകയാണ് ഇന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്താവും അവർക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടാവുന്നുണ്ടാവുക. അത്ര പ്രധാനമുള്ള കാര്യമല്ലെങ്കിൽ അവരങ്ങ് അതിൽ സ്റ്റക്കായി പോവുക. അപ്പോൾ അതൊരു വെല്ലുവിളിയല്ലേ. നിങ്ങൾ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുമ്പോഴാവും വരാമെന്ന് പുറപ്പെട്ട ആൾ വരാതിരിക്കുന്നത്. അതൊരു വെല്ലുവിളിയല്ലേ. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിപ്പിക്കും. നിങ്ങൾ ഡൗൺ ആവും, സങ്കടമാവും, കരയും. മറ്റൊരാളുടെ കയ്യിൽ ട്രാപ്പിലാവുക. മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യമാവാം, ഒരാൾ തന്നെ ആയിരിക്കാം. ഇനി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോ കുടുംബത്തിലുള്ള ആൾക്കാരോ സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാണ്. നിങ്ങളെ കാണാമെന്ന് പറഞ്ഞ ദിവസം ആ സമയത്തായിരിക്കുക അവരെ പുറപ്പെടുന്നുണ്ടാവുക. അല്ല, എനിക്ക് ഇവരെ കാണാൻ പോകണം എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ കയറില്ലാതെ കെട്ടിയിട്ട് അവരെ
നിങ്ങൾ തമ്മിൽ കാണേണ്ട സാഹചര്യങ്ങൾ മാറിപ്പോവുക, ട്രാപ്പിലാവുക. സാഹചര്യങ്ങളിലാവാം, ഒരാളുടെ കയ്യിലാവാം. ഇനി വന്നിരിക്കുന്ന 2 പെൻഡക്കളാണ്. ഓൺ ആൻഡ് ഓഫാണ്. ഇടയ്ക്ക് വന്നങ്ങ് സ്നേഹിച്ചു പോകും. 4 ഓഫ് പെൻഡക്കളിൻ്റെ പോലെയാണല്ലോ സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ കർമ്മബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ചില കാർഡിൽ കേട്ടോ, ചില കാർഡിൽ ടിൻ ഫ്ലെയിം ഉണ്ട്, ചില കാർഡിൽ സോൾമേറ്റും ഉണ്ട്. അപ്പോൾ 2-3 തരം ആൾക്കാർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ കർമ്മബന്ധം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അകലാനേ പറ്റാത്ത പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സ്നേഹം തന്നെയാണ്. ഒരാൾക്കൊരാളെ മാറിപ്പോകാനൊന്നും കഴിയില്ല. പക്ഷെ കർമ്മബന്ധം വന്നതുകൊണ്ട് ചിലപ്പോൾ സാഹചര്യം തടസ്സമായി വന്നുകൊണ്ടേയിരിക്കും. അവസാനം കാണാമെന്ന് പറഞ്ഞ ആ നിമിഷമായിരിക്കും മാറിപ്പോകുന്നുണ്ടാവുക. എത്ര നിരാശയായിരിക്കും രണ്ടുപേർക്കും. അതിന് നിരാശ വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാർമികാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ വേദനിക്കേണ്ടി വരിക. അതിപ്പോൾ ചെയ്തതാവണമെന്നില്ല, മുജന്മങ്ങളിലെ കർമ്മഫലം. മറ്റുള്ളവരാൽ എപ്പോഴും നമ്മുടെ സന്തോഷം നശിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. അത് എല്ലാ റീഡിങ്ങിലും വരുന്നുണ്ട് അല്ലേ? പല രൂപത്തിലാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടാണ്, ചിലപ്പോൾ കുടുംബമായിട്ടാണ്, ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കായിട്ടാണ്. അതിൻ്റെ പല രൂപത്തിലാണ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിവിടെയും കാണുന്നുണ്ട്. 3 തരം ബന്ധങ്ങളും ഇവിടെയും കാണുന്നുണ്ട്. മീനം രാശി വന്നിട്ടുണ്ട്, ടിൻ ഫ്ലെയിം വന്നിട്ടുണ്ട്, കർമ്മബന്ധവും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നാവാൻ കഴിയില്ല എന്നും പറയാം. അല്ല, നല്ല കർമ്മങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, കയ്യിലും കാലും ചങ്ങലയിട്ടതാണ് കാർമിക് ബന്ധങ്ങൾ. എല്ലാറ്റിനും വിലക്കുകളാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. കാണാന്ന് പറഞ്ഞ സമയത്ത് കാണാൻ വരാൻ പുറപ്പെട്ട് വണ്ടിയിലടക്കം കയറിയ ആൾ ഇറങ്ങേണ്ടി വരികയാണ്. അതുപോലെയാണ് കർമ്മബന്ധം. പിന്നോട്ട് പിടിച്ചു വലിക്കുകയാണ്. അവിടെ ഒരു ചങ്ങല വീണ് കഴിഞ്ഞു. അതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. സഹനം ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. 2 പേർക്ക് സഹനമാണ് വേണ്ടി വരുന്നത്. 2 പേരിൽ തെറ്റുകൊണ്ടോ നിങ്ങളുടെ സ്നേഹക്കുറവ് കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിട്ടൊന്നല്ല. ഇവിടെ നിങ്ങളെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചങ്ങലകളായിട്ടോ 8 സൂട്ട്സായിട്ടോ ഒക്കെ വരുന്നത്. ഇനി വന്നിരിക്കുന്ന 2 പെൻഡക്കളാണ്. ഇരട്ട മുഖമാണ്. അഴിക്കും തോറും മുറുകുന്ന കുരുക്കുകളാണ്. അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഓരോ ചങ്ങലകളായിട്ട് കാലിലും കയ്യിലും എല്ലായിടത്തും വന്ന് ബന്ധിക്കപ്പെടുകയാണ്. അതുപോലെയുള്ള സാഹചര്യമാണ്. 2 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. ഇടയ്ക്ക് വന്നങ്ങ് സ്നേഹിച്ചു പോവും. അടഞ്ഞ വാതിലുകളാണ്. മൂൺ എന്ന് പറഞ്ഞാൽ ശത്രുക്കളൊപ്പമുണ്ട്, എന്നാലും ഭയങ്കരമായ പ്രണയമാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായ പ്രണയമാണ്. എന്നാൽ അവരെന്തിലൊക്കെ തളച്ചിടപ്പെടുകയാണ്. എന്തൊക്കെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞ സമയത്ത് കാണാൻ പറ്റില്ല. ഇനി ഒരു മെസ്സേജ് അയക്കാൻ പോലും സന്ദർഭം കിട്ടാത്ത സമയങ്ങളുണ്ട്. അപ്പുറത്തെ ആൾക്കാരുണ്ടാവും, കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, മറ്റുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് രഹസ്യമായിട്ട് വേണമല്ലോ ഈ പ്രണയം പങ്കുവയ്ക്കാൻ. സംസാരിക്കുമ്പോഴും രഹസ്യമായിട്ടല്ലേ, അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അത് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ നിരാശപ്പെടണ്ട എന്നും ഇവിടെ പറയുന്നുണ്ട്. ധാരാളം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. വഞ്ചനകൾ നടക്കുന്നുണ്ട്. നല്ല പ്ലാനറ്റുകളിൽ തന്നെ നെഗറ്റീവ് ഷാഡോസ് വന്നിട്ടുണ്ട്. ഗ്രഹണം വന്ന് മൂടുന്നുണ്ട്. സൂര്യനെ ചന്ദ്രനെയൊക്കെ വിഴുങ്ങാൻ പറ്റിയ ഗ്രഹണമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ വെല്ലുവിളികൾ സൂര്യനെ മറയ്ക്കാനും ചന്ദ്രനെ മറയ്ക്കാനും നിലാവില്ലാതെയും പകൽ വെളിച്ചമില്ലാതെയും ആക്കാൻ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാർമികാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചങ്ങലകളാൽ ബന്ധിതരാവും. ആ ചങ്ങലകളിൽ കുടുങ്ങിപ്പോവും. നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്കോ നിങ്ങൾക്കോ കുടുംബം ഉണ്ടാവും. അപ്പോൾ പിന്നെ അവരെയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റില്ലല്ലോ. മനസ്സുകൊണ്ട് പോലും അധികം ഒന്നാവാൻ പറ്റാത്ത ഒരവസ്ഥ. മനസ്സിലെപ്പോഴും ടെൻഷനായിരിക്കും, സംശയമായിരിക്കും. എന്തിനാണ് എനിക്ക് ഈ വേവലാതി, എന്തിനാണ് എനിക്ക് ഈ സങ്കടം, ഇങ്ങനെ ചിന്തിക്കും. ആ സമയത്ത് നിങ്ങൾ ഒരാൾക്ക് വെല്ലുവിളിയായി മാറും. ഇതൊക്കെയാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്തൊക്കെ പ്രശ്നം വന്നോട്ടെ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ, എൻ്റെ ഹൃദയം എന്നുള്ളത് ആ വ്യക്തിക്കാണ്. കാരണം ആരും ചൂഴ്ന്നു നോക്കാൻ പോകുന്നില്ല. നമ്മുടെ ഹൃദയം എടുത്തിട്ട് ആരും നോക്കാൻ പോകുന്നില്ല അല്ലേ? അങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട്. മനസ്സ് അല്ലേ, അതിലേക്ക് ആരും ചൂഴ്ന്നു നോക്കാൻ പോകുന്നില്ല. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അവിടുത്തെ ദേവനോ ദേവിയോ ആ പ്രതിഷ്ഠ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. ഇന്നത്തെ കാലത്ത് ഒരു മായക്കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ആരും ആരുടെയും മനസ്സിലുണ്ടാവില്ല, വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതൊരു കോമഡി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പറയുന്നത്, മനസ്സിൽ നിങ്ങൾ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ വയ്യാത്ത ഭ്രാന്തമായ പ്രണയമുള്ള സോൾമേറ്റുകളുണ്ട്. മനസ്സുകൊണ്ട് 2 പേരും
അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിംഗ് അറിയുന്നുണ്ട്, വൈബുകൾ അറിയുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഒരാൾക്ക് സങ്കടം വന്നാൽ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും സങ്കടം വരും. ഒരാൾ ചിന്തിച്ചാൽ അപ്പം ഇവിടെ ഓർമ്മ വരും, അല്ലെങ്കിൽ മെസ്സേജ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കും. അങ്ങനെ അവരെ അറിയിക്കുകയാണ്, നിങ്ങളോട് പറയുകയാണ് ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. കമ്പിയില്ല കമ്പി വഴി അതും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു ശരീരത്തിൻ്റെ മറ്റേ പാതി അല്ലെങ്കിൽ ഒരു ആത്മാവ്, അവർക്കോ അതിലേറെ ആയിരിക്കും സങ്കടം. കാരണം തൻ്റെ പാതി ഭാഗമല്ലേ ഉള്ളൂ. ഒരാൾക്കൊരു ഭാഗമില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ശരീരത്തിൻ്റെ ഒരു വശമേ ഉള്ളൂ. അപ്പോൾ മറ്റേ വശത്തിന് എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്ന ആൾക്ക് എന്താ തോന്നുക? അതാണ് ടിൻ ഫ്ലെയിം. അതും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. കർമ്മബന്ധമുണ്ട്, സോൾമേറ്റ് ഉണ്ട്, ടിൻ ഫ്ലെയിം ഉണ്ട്. മൂന്നും വന്നതുകൊണ്ട് എനിക്ക് വേർതിരിച്ച് പറയാനൊന്നും പറ്റില്ല. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. കാർമിക് ബന്ധമുള്ളവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരോട് പറയുകയാണ്, പ്രപഞ്ചം പറയുകയാണ്, ഇത്ര മതി, പരിധി വിട്ടെടുക്കാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം ചങ്ങലകൾ ഇട്ട് കഴിഞ്ഞു. അതുപോലുള്ള ആൾക്കാരുണ്ട്. അത് കുടുംബമുള്ളവരായിരിക്കാം, സാഹചര്യം കൊണ്ട് മാറിപ്പോണ്ടവരായിരിക്കാം. ഇനി മനസ്സുകൊണ്ട് ഒരിക്കലും അകലാൻ കഴിയില്ല, എന്നാൽ ശരീരം കൊണ്ടൊന്നും കാണുന്ന പോലും ഉണ്ടാവില്ല. എൻ്റെ സമാധാനം ആ ആളെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് സമാധാനിക്കുന്ന ആൾക്കാർ, അതിനൊരു പേരുണ്ട്, മനോരാജ്യം കാണുക എന്ന് പറയും. പഴയ ആൾക്കാർ മനോരാജ്യത്തിലെങ്കിലും കാണാമല്ലോ എനിക്ക് അവരെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അതാണ് അവരുടെ സന്തോഷം. ബാഹ്യമായിട്ടൊക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരായിരിക്കാം, പുറമേയൊക്കെ നെഗറ്റീവായ അനുഭവങ്ങളായിരിക്കാം. എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടിയിരുത്തുക. അങ്ങനെയുള്ള ചില ആൾക്കാരില്ലേ, ഒന്നിനും അല്ലാതെ ഒരാളെ അങ്ങ് ജീവിതകാലം മുഴുവൻ മനസ്സ് കൊണ്ട് നടക്കുക. അവിടെ മാത്രമേ നമുക്ക് സേഫായിട്ട് അവരെ സൂക്ഷിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, അത് മനസ്സിലാവും അല്ലേ? നമ്മൾ സംസാരിച്ചു, അത് മനസ്സിലാവും. നമ്മൾ ഫോണിലൂടെ സംസാരിച്ചു, അതും റെക്കോർഡാവുന്നുണ്ട്. അങ്ങനെ എല്ലാറ്റിനും തെളിവുണ്ട്. പക്ഷെ മനസ്സിൽ നിങ്ങൾ ഒരാളെ രഹസ്യമായി സൂക്ഷിച്ചാൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അവിടെയാണെങ്കിൽ ഒരു അശുദ്ധി ആവില്ല, ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുമല്ല. അങ്ങനെ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മളെ സോൾമേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പങ്കാളികളിൽ ഒരാൾ അടുത്തില്ലെങ്കിൽ പ്രാണൻ പോയ വേദന അനുഭവിക്കുന്ന ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലും നിങ്ങളുടെ പങ്കാളിക്ക് വിരഹമുണ്ട്, നിങ്ങൾക്ക് വിരഹമുണ്ട് എന്നാണ് ഇത്രയും വിവരിച്ചതിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിച്ചിരിക്കുന്നത്. കാരണം ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. എങ്കിലും അതൊക്കെ ഒന്നാവും എന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. മാനസികമായി മൂൺ വന്നത് കാരണം മീനം രാശി വന്നിട്ടുണ്ട്. അപ്പോൾ മാനസിക ഐക്യമുണ്ട്. 3 മെസ്സേജും ഒന്നിൽ തന്നെ. സ്വാർത്ഥമായ ഡെവിൾ എനർജി പറയുന്നു, നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർ സമ്മതിക്കില്ല, ജീവനിലേക്ക് ചേർത്ത പ്രണയമാണെന്ന്. ഇനി മൂൺ പറയുന്നു, മാനസികമായിട്ട് 2 പേരും ഫീലിങ്സ് അറിയുന്നുണ്ട് എന്ന്. ഇനി ടിൻ ഫ്ലെയിം എന്ന കാർഡ് പറയുന്നു, നിങ്ങൾ ഒരാളില്ലെങ്കിൽ ഭയങ്കരമായ വിഷമത്തിലാണെന്ന്. അപ്പോൾ ഇതിലേതാണോ ബന്ധം എന്നൊന്നും നമ്മൾ വേർതിരിച്ച് പറയുന്നില്ല. ഇവിടെ നന്നായിട്ട് പ്രണയിക്കുന്നവരാണ്, സ്വാർത്ഥമായി പ്രണയിക്കുന്നവരാണ്. നിങ്ങൾ ഒരാളോട് കൂടുതൽ അടുക്കുന്നത് പോലെ ഇഷ്ടമില്ലാത്ത പങ്കാളിയാണ് അപ്പുറത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, കർമ്മബന്ധമാണോ എന്നുള്ളത് ഇതൊക്കെ പ്രപഞ്ചം തീരുമാനിക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ പ്രണയത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്, ശരീരം അകലുമ്പോൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്, കാണാതിരിക്കുമ്പോൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻ ഉള്ളവരും ഉണ്ട് കേട്ടോ, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനത്തെ റിലേഷൻ കൂടി ഉണ്ട്. ഭൂമി പറയുന്നു, ഒരു ചക്രത്തിനകത്തുനിന്ന് വെളിയിൽ പോകാൻ പറ്റില്ല. അവരുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്കും പുറത്ത് കടന്നിട്ടുള്ളൊരു പരിപാടിയില്ല. നിങ്ങളാണ് അവരുടെ ലോകമെന്നും അല്ലെങ്കിൽ അവരാണ് നിങ്ങളുടെ ലോകമെന്നും പറയുന്ന കാർഡാണ് ലോകം അല്ലേ. ആ സർക്കിളിനകത്ത് ഇങ്ങനെ കിടന്ന് ആ ഓർമ്മകളിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഓർമ്മകളില്ലെങ്കിൽ നമ്മൾ ശൂന്യമായി മാറി. ഇതാണ് 2 പേരുടെയും അവസ്ഥ. ഇതാണ് പറയുന്നത്. ഇനി ഹെർമിറ്റാണ്, അതും അലഞ്ഞു തിരിയുകയാണ്, ഏകാന്ത യാത്രകളാണ്, ഭയങ്കര സങ്കടമാണ്, ആത്മീയം നിഗൂഢം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആത്മാക്കൾ തമ്മിൽ ഒന്നായവരാണ്, നിഗൂഢമായ ജന്മരഹസ്യമാണ് എന്നാണ് ഇതിനർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് 2 പേരും കണ്ടുമുട്ടിയെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നിഗൂഢമായിട്ടിരിക്കട്ടെ. എന്തായാലും 2 പേർക്കും നല്ല പ്രണയമാണ്, ആത്മാക്കളുടെ തന്നെ സമാഗമമാണ്. അതുകൊണ്ടാണ് ഇത്രയും പെയിൻഫുള്ളായിട്ട് നിങ്ങൾ 2 പേരും വേർപിരിഞ്ഞിരിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്ന ഏസ് ഓഫ് വാണ്ടാണ്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു സമാഗമത്തിലേക്കാണ് പോകുന്നത്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ അഘോരിയാണ്, അഘോരി എന്ന് പറഞ്ഞാൽ ശിവനാണ്.
ഇനി ഏസ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞ ശിവനാണ്, സജിറ്റേറിയസ് ആണ്, ധനുമാസമാണ്. അപ്പം ശിവന് പാർവതി ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലേ? അതുപോലെ തന്നെയാണ് ഒരാളെ നമുക്ക് പേര് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴാണ് അവരുടെ പെയിൻ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. യുഗങ്ങളോളം അലഞ്ഞു തിരിഞ്ഞുവെന്ന് പറയുന്നത് ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ. ഇവിടെ ഭാര്യ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഹെർമിറ്റിനെ കാണിക്കുന്നതെങ്കിൽ സമാഗമത്തിനെയാണ് ഏസ് ഓഫ് വാണ്ട് കാണിക്കുന്നത്. ദയവായിട്ട് ഞാനിവിടെ പറയുന്ന ഉദാഹരണങ്ങൾ മറ്റു ടാരോ റീഡർമാരെ എടുക്കാതിരിക്കുക. ഹെർമിറ്റ് എന്ന് പറഞ്ഞ ശിവനല്ല. ഞാൻ സന്യാസി എന്നുള്ള നിലയ്ക്ക് അഘോരി എന്ന് പറഞ്ഞു, അങ്ങനെ ശിവനിലേക്ക് എത്തിയതാണ്. യഥാർത്ഥത്തിൽ അതിൽ നിൽക്കുന്ന ഒരാൾ മറ്റൊരാളാണ്. അത് ഞാൻ ഇവിടെ ഓപ്പണായി പറഞ്ഞു തരില്ല. അതും ശിവനുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഉദാഹരണ സഹിതം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ഏസ് ഓഫ് വാണ്ട്, സജിറ്റേറിയസ്, ഒന്നാവും, സമാഗമം. വിവാഹം തന്നെ നടന്ന മാസമാണ് അല്ലേ? ധനുമാസം. ധനുമാസത്തിലെ തിരുവാതിര നാൾ ശിവൻ്റെ പിറന്നാളാണ് എന്നൊരു സങ്കല്പമുണ്ട്. ഐതിഹ്യങ്ങൾ പല പുരാണങ്ങളിലും പലതരത്തിലൊക്കെ പറയുന്നുണ്ട്. ശിവപാർവതി വിവാഹമാണെന്ന് പറയുന്നുണ്ട്. ഇനി കാമദേവനെ ഭസ്മീകരിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കതിലേക്കൊന്നും പോകണ്ട. എന്തായാലും ധനുമാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു മാസമാണ്, പ്രണയത്തിൻ്റെ മാസമാണ്. സജിറ്റേറിയസ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ തന്നെ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് സമാഗമമാണ് ഏസ് ഓഫ് വാണ്ട് ഇവിടെ തരുന്നത്. ഇനി അടുത്ത ആളാണെങ്കിൽ അതിലും നല്ല കാര്യം തരുന്ന ആളാണ് സണ്ണ്. ഭാഗ്യം, വിജയം, സന്തോഷം, ഐക്യം, ഇതാണ് സണ്ണ് പറയുന്നത്. ഇനി പേജ് പെൻറ്റക്കിൾ പറയുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിളും പേജ് പെൻറ്റക്കിളും നിങ്ങൾ സ്വപ്നം കാണും, അതെല്ലാം ഞങ്ങൾ നടത്തി തരാം എന്നാണ് പ്രപഞ്ചത്തിലെ ദേവന്മാരൊക്കെ പറയുന്നത്. ദേവന്മാർ കുറേ ഉണ്ടോ അതോ ഒരാളാണോ ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഒന്നാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരു കോള് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ ഒരു കൺട്രോൾ ഇഷ്യൂവിലാണ്, ട്രാപ്പിലായിരിക്കുകയാണ്. 8 സോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. സാഹചര്യമാവാം, സമ്പത്താവാം, ആരോഗ്യമാവാം, കുടുംബം ഉള്ളവരാവാം, കുടുംബത്തിലെ പാരൻസ് ആവാം, എന്തുമാവാം. അവരതിൽ ട്രാപ്പിലായിരിക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. എങ്കിൽ അതൊന്നും ഒന്ന് പുറത്തു കിടക്കാനുള്ള സമയമാണ്. ഇന്നത്തെ ദിവസം തന്നെ എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം ചില ആൾക്കാർ പറഞ്ഞിരുന്നു ഇന്ന് വിളിച്ചു ചേച്ചി പറഞ്ഞതുപോലെ എന്ന്. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇവിടെ ഞാൻ ആ മന്ത്രം ചൊല്ലുന്നത് കൊണ്ടാണ്, അത് വിശ്വാസത്തോടു കൂടി കേൾക്കുന്നവരായതുകൊണ്ടാണ് അവർക്ക് ആ സമാഗമം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല, നല്ല കാർഡുകൾ തന്നെയാണ്. അവരെന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വിരഹമാണ്, അവർക്കും വിരഹമാണ്. രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അർജുനും സുഭദ്രയാണ്. തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും, പക്ഷെ ഒന്നാവും. രാധയാണ്, ഒന്നാവാൻ പറ്റാത്ത സോൾമേറ്റുകളാണ്. ടിൻ ഫ്ലെയിം, ഞാൻ പറഞ്ഞില്ലേ 3 ഗ്രൂപ്പും ഇവിടെ വന്നിട്ടുണ്ട്. ആ എനർജിയാണ് എനിക്ക് കിട്ടിയത്. അത് 3 ഇവിടെ വന്നു കണ്ടോ. ഇതിൽ കർമ്മബന്ധം വന്നിട്ടില്ല. അർജുനും സുഭദ്രയും എന്നൊക്കെ പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച ദിവ്യമായ ജോഡികളാണ്. ശിവപാർവതിമാർ ടിൻ ഫ്ലെയിമാണ്. രാധ എന്ന് പറഞ്ഞ സോൾമേറ്റുമാണ്. കർമ്മബന്ധത്തിൽ ഇതൊന്നല്ല വരിക, മറ്റൊരു കാർഡാണ് വരേണ്ടത്. പക്ഷേ ടാരോയിൽ കാർമിക് ബന്ധം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക കേട്ടോ. മുന്നോട്ട് പോകാൻ കഴിയാതെ ചങ്ങലകളാൽ ബന്ധിതരാവുന്നവർക്ക് വേണ്ടിയാണ് കർമ്മബന്ധം വരുന്നത്. മനസ്സുകൊണ്ട് പോലും പിരിയാത്ത, ശരീരം കൊണ്ട് ഒന്നാവുന്ന ഞാൻ പറയുന്നില്ല, അവർക്ക് വേണ്ടിയാണ് സോൾമേറ്റ് വരുന്നത്. പങ്കാളി ഇല്ലാതായ ജീവൻ പോയ പോലെ പ്രാണവേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ടിൻ ഫ്ലെയിം വരുന്നത്. അപ്പോൾ ഇതിലേത് ഗ്രൂപ്പാണോ നിങ്ങൾ സ്വയം തിരിച്ചറിയുക. നിങ്ങളുടെ ഈ സ്പിരിച്വൽ ജേണി ഏതിലൂടെയാണോ കടന്നു പോകുന്നത് അതുപോലെ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ പറയാറില്ലേ ഓറ എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും ആ വാക്ക് ഉച്ചരിക്കേണ്ടത് ഔറ എന്നാണ്. ഔറസ് എന്ന വാക്കിൽ നിന്നാണ് ഔറ ഉണ്ടായത്. അത് പറയുന്നത് നമ്മൾ നിൽക്കുന്നിടത്ത് ചില ആളുകൾക്ക് കുറച്ച് കൂടുതലായിരിക്കാം, ചില ആളുകൾക്ക് കുറച്ച് ലോ ആയിരിക്കാം. 4 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ നമുക്ക് ചുറ്റും ഒരു കാന്തിക വലയം ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ചുറ്റും ഉണ്ട് ഒരു കാന്തിക വലയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എനർജികൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാന്തിക വലയത്തിന്, ഈ ഔറയ്ക്ക് പല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മളിവിടെ മന്ത്രമൊക്കെ ചൊല്ലി നമ്മളെ മുഴുവനായിട്ട് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ ചുറ്റുമുള്ള ഔറ ഇത് കുറച്ചുകൂടി എനർജറ്റിക്കായി നമ്മൾ ആഗ്രഹിക്കുന്നതിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. അത് പരിശീലിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ പരിശീലനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇതാണ് ഈ ഔറയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്ക് ചുറ്റും തന്നെ
ഒരു കാന്തിക മണ്ഡലമുണ്ട്, പ്രപഞ്ചത്തിലും ഉണ്ട് അത്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റ് ആവും. ആ വ്യക്തിയുടെ കാന്തിക മണ്ഡലം നമ്മളിലേക്ക് കണക്റ്റ് ആവുമ്പോഴാണ് അവരുടെ ചിന്തകൾ നമ്മളിലേക്ക് എത്തുന്നത് എന്നാണ് ഈ ഔറസ് എന്ന തത്വശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇതൊരു വൈദ്യുതി തരംഗമാണ് എന്നൊക്കെയാണ് സയൻസ് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ ഞാൻ പോകുന്നില്ല. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്, ഈ പ്രപഞ്ചത്തിന് അതിനെന്താണ് കഴിവുള്ളത് എന്നൊക്കെ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടി 100% പോസിറ്റീവ് എനർജിയോടുകൂടി അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ. അതിന് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയ ലോകം പറയുന്നു, സയൻസ് ആവാം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഉള്ള ആൾക്കാരായിരിക്കാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഔറസിൻ്റെ ആ കാന്തിക മണ്ഡലത്തിൻ്റെ ഫോട്ടോഗ്രാഫി ഞങ്ങൾ എടുത്തു തരാം എന്ന് പറയുന്നുണ്ട്. അതിനുള്ള നമ്മുടെ റേഡിയേഷൻ തരംഗങ്ങൾ പോലെ എക്സ്റേ പോലുള്ള ക്യാമറകൾ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. നമ്മുടെ തന്നെ ചുറ്റുമുള്ള ആ കാന്തിക മണ്ഡലം നമുക്ക് കാണാൻ സാധിക്കും, ഫോട്ടോയിലൂടെ കാണാൻ പറ്റുമെന്ന് പറയുന്നത്, അതിനുള്ള പ്രത്യേകതരം ക്യാമറയിലൂടെ. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചുറ്റും ഒരു ഔറ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നത്. അത് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയെ ഇന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുക, പരിശീലിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, അവരെന്നിലേക്ക് വരണം, അവരെന്നെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ നിങ്ങളുടെ കാന്തിക മണ്ഡലം പ്രപഞ്ചവുമായി ചേർന്ന് അവരിലേക്ക് എത്തി അവർ നിങ്ങളിലേക്ക് എത്തും. ഇത്രയും എനിക്ക് പറഞ്ഞു തരാൻ അറിയും. അപ്പോൾ ഇനി നമുക്കിന്ന് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന മൂത്രാശയ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, കരൾ രോഗം, അമിത മദ്യപാനം, ബോഡി പെയിൻ, പനി, സ്കിന്നിൻ്റെ അലർജി, ചുമ വന്നിട്ടുണ്ട്, വരണ്ട ചുമ വന്നിട്ടുണ്ട്, ഗർഭാശയ അണ്ഡാശയസ്ഥാന ഫൈബ്രോയിഡുകൾ, സ്ത്രീകളിലെ അമിത ആർത്തവം, പിന്നെ തണ്ടല്ലി വേദന പറയുന്നുണ്ട്. ഇതൊക്കെയാണ്. ഇനി പൊള്ളൽ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഹെൽത്തിൻ്റെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജോലി വന്നിരിക്കുന്നത് ബാങ്കാണ്, ജ്വല്ലറി വ്യാപാരം അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത്, യാത്രകൾ പറയുന്നുണ്ട്, ഗതാഗതം, മത അധ്യാപകർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെറും അധ്യാപകരുമാവാം. ഇനി പുതിയ എന്തിനാഗ്രഹിക്കുന്നു അതെല്ലാം സംഭവിക്കാൻ പോകുന്നു. പുതിയ ജോലിക്ക് കാത്തിരിക്കുക, പുതിയ സ്ഥലം മാറ്റം, അങ്ങനെ പുതിയതിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും പുതിയ കാര്യം നടക്കും. ഇനി പ്രണയത്തിലും പുതിയൊരാൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെ അവിവാഹിതർക്കും ഇതുവരെ പ്രണയമില്ലാത്തവർക്കും വേണ്ടിയുള്ള മെസ്സേജാണ്. ഇതൊക്കെയാണ് ഹെൽത്ത് കരിയർ വന്നിരിക്കുന്നത്. ഇനി പൊതുവായ കാര്യങ്ങൾ, യാത്രകൾ പറയുന്നുണ്ട്, അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്, മാനസിക സമ്മർദ്ദങ്ങൾ പറയുന്നുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ പോകാൻ കാത്തിരിക്കുന്നവർക്ക് നടക്കുമെന്ന് പറയുന്നുണ്ട്, ട്രാപ്പിലാവാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, പങ്കാളി മെസ്സേജ് അയക്കും എന്ന് പറയുന്നുണ്ട്, കയ്യിൽ കുറച്ച് പണം വന്നു ചേരും എന്ന് പറയുന്നുണ്ട്, വാഹനം, വസ്തു, വീട്, ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ മുന്നോട്ട് പോവുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക, ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക, എന്നിട്ട് നിങ്ങളുടെ മാത്രം കാര്യം അറിയുക. ഇത് പൊതുവായ കാര്യമാണല്ലോ, അപ്പോൾ നിങ്ങളുടെ മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനില്ല. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ട്രൂ ലവ് ആണ്, പ്രണയം സത്യസന്ധമാണ് കേട്ടോ. ഫോർഗീവ് ആൻഡ് ലേണിംഗ് എന്നാണ് അടുത്ത കാർഡ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുന്നേ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, തുറന്ന് സംസാരിക്കുക, അതാണ് പ്രണയത്തിൽ ആദ്യം വേണ്ടത്. വെരി സൂൺ, ഈ അടുത്ത ദിവസങ്ങളിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തോന്നുന്നോ അത് നിങ്ങൾ നേടണം. ഇപ്പം ഞാൻ ഇവിടെ ഒരു നിസ്സാര കാര്യം ഉദാഹരണമായിട്ട് പറയാം. എനിക്ക് ആദ്യം ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണ് തവിട് പൊടിയായിട്ടോ, പൊട്ടിയിട്ട് തരിപ്പണായി. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ എഴുതുന്നതൊക്കെ അതിലാണ് നോട്ടായി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ എനിക്ക് സാധിക്കില്ല. അപ്പോൾ എൻ്റെ മകളും പല സ്ഥലത്തും കൊണ്ടുപോയി നോക്കി, എല്ലാവരും മടക്കി, ഇതിനൊന്നും ചെയ്യാനില്ല, പോയി അത് വലിച്ചെറിയാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു തോന്നൽ, അതെനിക്ക് കിട്ടും, ആരെങ്കിലും ഒരാളത് ശരിയാക്കി തരും. ഈ ഉള്ളിലത്തെ തോന്നലാട്ടോ ഞാൻ പറയുന്നത്, ശരിയാക്കി തരും എന്ന് പറഞ്ഞ് ഞാനിതൊരു ദിവസം കയ്യിൽ വെച്ച് ഞാൻ തന്നെ ഒരു കടയിൽ, അധികം പേരൊന്നും എടുക്കാത്ത കടയാണ്, ഒരു പാവപ്പെട്ട ബംഗാളിയാണ് അത് നേരാക്കുന്നത് കേട്ടോ. ഫോണിൻ്റെ കമ്പനിയിൽ വാങ്ങിച്ച സ്ഥലത്ത് എല്ലാം കൊണ്ടുപോയി കൊടുത്തു നോക്കി, അവരൊക്കെ പറ്റില്ല, അതിന് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി. അങ്ങനെ ഞാൻ ഇയാളെ സമീപിക്കുന്നത്, ഇയാളുടെ അടുത്ത് കൊടുത്ത് ചോദിച്ചു, ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ, നേരാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയാൾ യാതൊരു മടിയില്ലാതെ അത് വാങ്ങിയൊന്ന് നോക്കിയിട്ട്, ചേച്ചി നാളെ വരൂ പറഞ്ഞു. അത് കൊടുത്തിട്ട്
ഞാനപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എല്ലാവരും 100 തടസ്സങ്ങളും ഇത് വലിച്ചെറിയാനും പറഞ്ഞതാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് മിണ്ടാതെ വന്നു. പിറ്റേ ദിവസം വെറും 300 രൂപ അയാൾ മേടിച്ചുള്ളൂ. ഫോൺ നേരാക്കി തന്നു, വൃത്തിയാക്കി തന്നു. എനിക്കത് നഷ്ടമായില്ല. അപ്പോൾ തുച്ഛമായൊരു തുകയ്ക്ക് ആ ഫോണ് എനിക്ക് വീണ്ടെടുത്ത് തന്ന അയാളോട് മനസ്സുകൊണ്ട് ഞാനൊരു നന്ദി പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ മകൾ പറയുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പോയിരുന്നത് ഇത് നേരായ നേരാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് കളഞ്ഞ അമ്മയ്ക്ക് നല്ലൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കുക എന്നുള്ള, അവരൊക്കെ ജോലിക്കാരാണ്, ഈ ഒരു മൈൻഡോടുകൂടിയാണ് അവർ സമീപിച്ചിരുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. എനിക്കിത് വീണ്ടും കിട്ടിയേ പറ്റൂ എന്നുള്ള ആലോചനയിലാണ് പോയത്. അപ്പോൾ അമ്മയുടെ മനസ്സാണ് അത് നേരാക്കാൻ കാരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതുപോലെ നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കൂ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് കിട്ടിയാവൂ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് തരാനുള്ളൊരു ഫ്രീ ആയ ഉപദേശം. നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ നേടൂ. ഇതാണ് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. റീകൺസിലേഷനാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. അപ്പോൾ റീകൺസിലേഷൻ ഉണ്ടെന്ന് ഉറപ്പായില്ലേ? ഫ്രണ്ട്സ് ഓൺലി. ഇനി തേർഡ് പാർട്ടി ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. തേർഡ് പാർട്ടി ഇല്ല, സുഹൃത്ത് മാത്രം. ലവ് യു എന്ന് പറയുന്നത് നിങ്ങളോട് മാത്രമാണ് സ്നേഹം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും നല്ല മെസ്സേജുകളാണ്. ഇനി മറ്റൊന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിനൊരു നെഗറ്റീവ് മെസ്സേജുകൾ കൂടിയുണ്ട്, അത് ഞാൻ പറയാത്തതാണ്. കാരണം ചിലർക്കൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ആ നെഗറ്റീവ് പറയണ്ടാന്ന്, പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളത് കേൾക്കാനാണല്ലോ കാത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രം സംഭവിക്കട്ടെ. ഇന്ന് ഒരുപാട് സമയം വൈകിയെന്ന് എനിക്കറിയാം. കാരണം എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് ദുബായിൽ നിന്ന് വന്ന ആളാണ്, ഒരു ലേഡി, ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അവർ നമ്മളെ തേടി ഇത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ടാരോ റീഡിങ്ങാണ് വലുതെന്ന് പറഞ്ഞ് അതിന് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ അവർ പുറത്ത് പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റീഡിങ് ചെയ്യുകയാണ്. അപ്പോൾ അവരിനി വൈകുന്നേരമേ മടങ്ങുള്ളൂ, രാത്രിയേ മടങ്ങുള്ളൂ. ഇന്ന് തന്നെ ചിലപ്പോൾ മടങ്ങും, ദുബായിലേക്ക് മടങ്ങും. ഒരു അർജൻറ്റ് കാര്യത്തിന് നാട്ടിലെത്തിയതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കൂടാമെന്ന് വിചാരിച്ചിട്ട് കൂടിയതാണ്. കാരണം എറണാകുളത്താണല്ലോ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കുറച്ച് വൈകിയത്. എന്നാൽ പ്രൈവറ്റ് റീഡിങ്ങിന് വന്നോളൂ, ഇപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിക്കൂ, നേടൂ. ഇതാണ് ഇന്നത്തെ മുദ്രാവാക്യം.